നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കുന്ന പദ്ധതിയാണ്. പദ്ധതി പൂർണ്ണമാകുന്നതോടെ ഭാരതത്തിലെ മറ്റു മുഴുവൻ തുറമുഖങ്ങൾ വർദ്ധിച്ചു വരുന്ന തിരക്ക് ഗണ്യമായ രീതിയിൽ കുറയ്ക്കാനാകും എന്നാണ് കണക്കുകൂട്ടൽ. രാജ്യത്തെ ആഴമേറിയ ട്രാൻസ്മിഷന്റെ പോർട്ടാണ് വിഴിഞ്ഞം. മദർഷിപ്പുകളെ അടുപ്പിക്കാൻ കഴിയുന്നതിനാൽ ഇത്തരം പോർട്ടുകൾ മദർ പോർട്ട് എന്ന് അറിയപ്പെടാറുണ്ട്. ടൂറിസം രംഗത്തെ വൻതോതിലുള്ള വികസനം കൊണ്ടുവരാൻ വിഴിഞ്ഞത്തിനാവുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. വയബിലിറ്റി ഗ്യാപ് ഫണ്ടിന്റെ കാര്യത്തിൽ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചുവെങ്കിലും ഒടുവിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്കായി കേന്ദ്രം അനുവദിക്കുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വായ്പയായി തന്നെ സ്വീകരിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പകരം പണം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് എതിർപ്പ് അവസാനിപ്പിച്ച് 817.80 കോടിയുടെ ഫണ്ട് സ്വീകരിക്കാൻ തയ്യാറായത്. വായ്പാ വ്യവസ്ഥ ഒഴിവാക്കണമെന്ന കേരളത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യം കേന്ദ്രം തള്ളിയിരുന്നു. ഇതോടെ ബദൽ മാർഗത്തിൽ പണം കണ്ടെത്താനുള്ള തീവ്രശ്രമം സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു. പണം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് തുറമുഖം ഉണ്ടാക്കുന്ന ലാഭം കൂടി കണക്കിലെടുത്ത് പലിശ സഹിതം വായ്പ തിരിച്ചടയ്ക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം സ്വീകരിച്ച് ഫണ്ട് വാങ്ങാൻ തയ്യാറായത്. സംസ്ഥാന സർക്കാർ നെറ്റ് പ്രസന്റ് വാലിറ്റി വ്യവസ്ഥയിലാണ് പണം തിരിച്ചടയ്ക്കേണ്ടത്. കയ്യിൽ പണമില്ലാത്തതും കേന്ദ്രവുമായി ഏറ്റുമുട്ടലിന്റെ പാത സ്വീകരിക്കുന്നത് വിഴിഞ്ഞത്തിന്റെ ഭാവി വികസനത്തെ ബാധിച്ചേക്കുമെന്നുമുള്ള തിരിച്ചറിവാണ് സംസ്ഥാന സർക്കാരിന്റെ നയമാറ്റത്തിന് കാരണമായത്. തുറമുഖത്തിന്റെ ഒന്നാം ഘട്ട കമ്മീഷനിംഗ് അടുത്ത മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇന്നലത്തെ മന്ത്രിസഭായോഗം പഴയ എതിർപ്പുകളൊക്കെ മാറ്റിവെച്ച് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വാങ്ങാൻ തീരുമാനിച്ചത്. തുറമുഖത്തിന്റെ 7,700 കോടി രൂപ ചെലവിലുള്ള ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 4,600 കോടി രൂപ സംസ്ഥാന സർക്കാരാണ് മുടക്കുന്നത്. പുലിമുട്ട് നിർമ്മിക്കുവാനുള്ള 1,350 കോടി രൂപ പൂർണ്ണമായും സർക്കാർ ഫണ്ടാണ്. പുറമെ ചരക്കു നീക്കത്തിന് റെയിൽവേ പാതയ്ക്കായി 1,482.92 കോടിയും മുടക്കണം. അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാമ്പത്തിക പുരോഗതിക്കുമായി കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി വിഭാവനം ചെയ്തത്. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ പൊതു സ്വകാര്യ പങ്കാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സാമ്പത്തിക പിന്തുണ സംവിധാനം എന്ന നിലയിലാണ് വയബിലിറ്റി ഗ്യാപ് ഫണ്ടിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത്. ഇതിനിടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി പുതിയ മത്സ്യബന്ധന തുറമുഖം നിർമ്മിക്കാൻ 271 കോടി രൂപയുടെ പദ്ധതി മന്ത്രിസഭാ യോഗം അനുമതി നൽകി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ഭാഗമായി പുതിയ മത്സ്യബന്ധന തുറമുഖം വികസിപ്പിക്കുന്നതും വിഴിഞ്ഞത്ത് നിലവിലുള്ള മത്സ്യബന്ധന തുറമുഖത്തിന്റെ പ്രവേശന കവാടത്തിന്റെ സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ബ്രേക്ക് വാട്ടർ നിർമ്മാണവും CWPRS നിർമ്മിച്ച അന്തിമ രൂപരേഖയുടെ അടിസ്ഥാനത്തിൽ 2 പാക്കേജുകളുമായി നിർവഹിക്കും. 271 കോടി രൂപയുടേതാണ് പദ്ധതി. കൺസെഷൻ കരാറിലെ ഫണ്ട് വർക്ക് വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ കൺസെഷൻ മുഖേന 235 മീറ്റർ നീളമുള്ള ബ്രേക്ക് വാട്ടർ, 500 നീളമുള്ള ഫിഷറീസ് ബെർത്ത്, മറ്റ് അനുകൂല സൗകര്യങ്ങൾ എന്നിവ 146 കോടി രൂപ ചെലവഴിച്ചാണ് പാക്കേജ് 1 നടപ്പിലാവുക. നിലവിലുള്ള ഫിഷിംഗ് ഹാർബറിന്റെ സിവേർട്ട് ബ്രേക്ക് വാട്ടറിൽ നിന്നും 45 ഡിഗ്രി ചരിവിൽ 250 മീറ്റർ നീളമുള്ള ബ്രേക്ക് വാട്ടർ നിർമ്മാണം 125 കോടി രൂപ ചെലവിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേന ഡെപ്പോസിറ്റ് വർക്കായി പാക്കേജ് 2 നടപ്പിലാക്കും. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.